മെല്ലെ നൈസായിട്ട് എടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ വളരെ ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. നാരങ്ങ ഓറഞ്ചിൻ്റെ തൊലി ഇടരുത് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങ, പുളിസാധനങ്ങളൊന്നും ഇടരുത്. അതുമാതിരി കറി വേസ്റ്റ് അത് ഒഴിക്കരുത്. കറിയുടെ വേസ്റ്റ്, മുളകിൻ്റെ വേസ്റ്റ് അതൊന്നും ഒഴിക്കരുത്. വളമാണ്, ബെസ്റ്റ് വളമാണ്. ഇവിടുത്തെ ചെടികളുടെയൊക്കെ ആരോഗ്യത്തിന്റെ ഒരു ചെറിയ സീക്രട്ടാണ് ഇത്. ഇനി വലിയ വലിയ സീക്രട്ടുകൾ വളമാണ്, ബെസ്റ്റ്. പരിപാടി അച്ഛനെ കുറച്ച് ഈ അടുക്കളത്തെ വേസ്റ്റ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഒരു സ്ലറി മാതിരി സ്ലറി എന്ന് വെച്ചാൽ ആക്ച്വലി അത് ചാണകവെള്ളത്തിൻ്റെയാണ്. അത് രൂപത്തിൽ അച്ഛൻ ഉണ്ടാക്കുകയാണ്. ഇതെന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഇതിൽ എന്തൊക്കെ മിക്സ് എന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം, ദിവസത്തെയും കഞ്ഞിവെള്ളം ഞാൻ അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒഴിച്ചു വെക്കാൻ. കഞ്ഞിവെള്ളം മെയിനായിട്ട് കഞ്ഞിവെള്ളം, അതായത് കഞ്ഞിവെള്ളം തന്നെ ചോറ് വാറ്റുന്നത്. പിന്നെ അതിന് പുറമെ അച്ഛൻ എന്ത് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഈ ഫുഡ് പഴങ്ങളുടെ വേസ്റ്റ്, അതായത് മെയിനിലായിട്ട് നമ്മൾ വത്തക്ക കൊണ്ടുവരുമല്ലോ, വത്തക്കേൻ്റെ തോല്, നാരങ്ങ, ഓറഞ്ചിൻ്റെ തൊലി ഇടരുത് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി, നാരങ്ങ, പുളിസാധനങ്ങളൊന്നും ഇടരുത്. അതുമാതിരി കറി വേസ്റ്റ് അത് ഒഴിക്കരുത്. കറിയുടെ വേസ്റ്റ്, മുളകിൻ്റെ വേസ്റ്റ് അതൊന്നും ഒഴിക്കരുത്. അല്ലാത്ത രൂപത്തിലുള്ള കഞ്ഞിവെള്ളം, മസാലകളൊന്നും ആഡ് ചെയ്യുന്നതിൽ ഒഴിക്കരുത്. കഞ്ഞിവെള്ളം. പിന്നെ അതിന് പുറമെ മെയിനായിട്ട് അച്ഛൻ ആഡ് ചെയ്ത് പിണ്ണാക്കിതാ ഇതാ വെച്ചിരിക്കുന്നു. പിണ്ണാക്ക് അച്ഛൻ 2-3 മുട്ടി അതിലിട്ടിരുന്നു, കടലപ്പിണ്ണാക്ക്. ഈ കടലപ്പിണ്ണാക്ക് അച്ഛൻ ഇട്ടിരുന്നു. അത് കാണിക്കാൻ വേണ്ടി മാത്രം കാണിച്ചാണ്. പിന്നെ അച്ഛൻ ഇനി എന്താ ചെയ്യുക വെച്ചാൽ, പിന്നെ ഈ ദോശ അങ്ങനത്തെ മറ്റേ ചോറിൻ്റെ വേസ്റ്റൊക്കെ ഇടാം. പക്ഷെ അതും കറി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഴിക്കരുത്. അത് കേടാച്ചാൽ. പിന്നെ ഇത് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, ഇപ്പം അച്ഛൻ ഇത് എടുക്കുന്നു, ഇതിൻ്റെ വെള്ളം മെല്ലെ നൈസായിട്ട് എടുക്കുന്നു. എടുത്തിട്ട് നമ്മൾ വളരെ ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ 1 ലിറ്റർ ഉണ്ട് വെച്ചാൽ ഒരു 5 ലിറ്റർ 5 മടങ്ങ് വെള്ളം ഒഴിക്കണം. അച്ഛൻ ഇതിപ്പോൾ ഒരു 3-4 എടുത്തു കഴിഞ്ഞാൽ അച്ഛനെ വഴുതനങ്ങയൊക്കെ ഒഴിക്കാൻ കറക്റ്റാണ്. വളമാണല്ലേ ഇത്? വളമാണ്, നല്ല വളം. ഡൈല്യൂട്ട് ചെയ്തിട്ട് നമ്മൾ ദിവസവും അപ്ലൈ ചെയ്യാം. കഞ്ഞിവെള്ളമാണ് മെയിൻ. കഞ്ഞിവെള്ളം, ഫ്രൂട്ട്സിൻ്റെ. പിന്നെ പിണ്ണാക്ക് അച്ഛൻ എന്നും ഒരു മുട്ടി ഇടും. അത് അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിരിക്കും. ചാണകം ഇടുമോ? ചാണകം ഇടണമെങ്കിൽ ഇടാം, പച്ച ചാണകം ഇടാം. അത് നല്ലതാണ്. അത്ര മതി നമ്മൾ എടുക്കാൻ. ഇനി ഇതിപ്പോൾ ഒരു 2 ലിറ്റർ ഉണ്ടാവും. അപ്പോൾ ഇതിന് ടോപ്പ് വരെ നമ്മൾ വെള്ളം ഒഴിക്കും. എന്നിട്ട് നമ്മൾ ഇതിന് ഓരോ പാത്രം ചെടികൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കും. നമുക്ക് ഒഴിക്കുന്നതും കൂടി കാണിക്കാം. മുളകിനും എല്ലാത്തിനും നല്ല വഴുതനങ്ങയൊക്കെ. ഓക്കെ, നല്ല വളമാണ്, ബെസ്റ്റ് വളമാണ്. ഇവിടുത്തെ ചെടികളുടെയൊക്കെ ആരോഗ്യത്തിന്റെ ഒരു ചെറിയ സീക്രട്ടാണ് ഇത്. ഇനി വലിയ വലിയ സീക്രട്ടുകൾ വരാൻ പോകുന്നത്. ഉള്ളിയുടെ വേസ്റ്റ് നമുക്ക് ഇടാം. ഉള്ളിത്തൊലികൾ, വെളുത്തുള്ളി നന്നാക്കുമ്പോൾ അടുക്കളയുടെ വേസ്റ്റ് മൊത്തം ഇത് നമുക്ക് നിക്ഷേപിക്കാം. അത് ശരി. ഇത് വഴുതനങ്ങയ്ക്ക് ഒഴിക്കാൻ പോവാ? വഴുതനയ്ക്ക് എല്ലാം കുറേശ്ശെ, നിറച്ചൊന്നും വേണമെന്നില്ല. എന്താ അത് ശരി. അച്ഛൻ വെള്ളം ഓഫ് ചെയ്തോട്ടെ. അല്ല, അച്ഛൻ ഒഴിച്ചോളൂ. ഞാൻ ഇത്രയും മതി. ഇതൊരു അരേശ പാത്രം വെച്ച് ഒഴിച്ചാൽ ഒഴുകി പോകാനുള്ളത് വേണ്ട. ചെടി ഒബ്സർവ് ചെയ്യാനുള്ള സാധനം മാത്രം ഒഴിച്ചാൽ മതി. ഓക്കെ, കുറേശ്ശെ ഒഴിക്കും. ഉള്ളിയുടെ തോലൊക്കെ പൊങ്ങിയിരിക്കുന്നുണ്ട് കാണാം. ഓക്കെ, ഇതിലെവിടെ കായായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മ? അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അച്ഛനെ ഒഴിച്ചോളൂ, ഞാനൊന്ന് കാണിക്കാം. അങ്ങനെ എല്ലാത്തിലും പൂവും കായൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു 22-24 വീക്സ് ആയിട്ടുണ്ടോ? 3 വീക്സ് ആയോ? 3 വീക്സിന് മുകളിലേക്കായി തോന്നുന്നു. ഹൈബ്രിഡ് വഴുതനങ്ങയാണ് ഇവിടെ. ഈ കാണുന്നതൊക്കെ നമുക്ക് വഴുതനങ്ങയാണ് തരാം. വളരെ നല്ലതാണ്. തഴച്ചു വളരാൻ ചതുരപ്പയർ പൂവിട്ടതാണ് കാണുന്നത്. വെള്ളം കാണുന്ന സ്പോട്ട് മൊത്തം പൂവാണ്. പക്ഷെ ഒന്ന് കായായിട്ടില്ല. പൂവ് കൊഴിയുന്നുണ്ട്. പക്ഷെ
അതൊന്നും അങ്ങോട്ട് ഇതായിട്ടില്ല, എന്താ പറയുക, കായ ആവും, കുറച്ചും കൂടി സമയം കൊടുക്കാം. അത് കുഴിച്ചിട്ടിട്ട് ഒരു 10-25 ദിവസമായി. അതെ, പഴയ വീഡിയോസ് നോക്കിയാൽ കാണാം. അത് നമ്മൾ വഴുതിനേക്കാൾ മുമ്പ് കുഴിച്ചിരിക്കുന്നു. ആ അതെ അതെ അതെ, അതിൻ്റെ പന്തൽ കെട്ടുന്ന വീഡിയോ ഒക്കെ ഉണ്ട് പഴയ. അതെ, ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ടൈപ്പ് വളം. ഇനി കീടനാശിനികളുണ്ട്, കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്ത് വെച്ച വേസ്റ്റ് ഉണ്ട്, പിന്നെന്താ പറയുക, അങ്ങനെ ഒരു 5-6 ടൈപ്പ് വെറൈറ്റി ഫെർട്ടിലൈസേഴ്സ് ഇവർ യൂസ് ചെയ്യാറുണ്ട്. നാച്ചുറൽ, ഒന്നും കെമിക്കലായിട്ടൊന്നുമില്ല. കെമിക്കലൊന്നുമില്ല, ഒരു കെമിക്കൽ യൂസ് ചെയ്യാറില്ല. നാച്ചുറലായിട്ടുള്ള 5-6 ടൈപ്പ് ഫെർട്ടിലൈസർ ഇവരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വരുന്ന വീഡിയോയിൽ നമുക്ക് പയ്യെ പയ്യെ കാണാം. അപ്പം ഈ പറ്റുന്നവർ വീട്ടിൽ, ഒരുപാട് പേര് ട്രൈ ചെയ്യുന്നുണ്ടാവും ഇത്, പക്ഷേ ചെയ്യാത്തവർ ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലേ? അതെ തീർച്ചയായിട്ടും. അല്ല, എല്ലാവരുടെ വീട്ടിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളാണല്ലോ ഇതൊക്കെ. മുളകിന് ഒഴിക്കാൻ തികഞ്ഞില്ല, നമുക്ക് ഇനി ഉണ്ടാക്കാം വൈകിട്ടേ. ഓക്കെ. രാവിലെ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനി വൈകുന്നേരം ഇതിനെയൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ള പരിപാടി ഉണ്ട്. മുളക് ചുവന്നത് മാത്രം ഇങ്ങനെ കാണാൻ നന്നായിട്ട്. ഓക്കെ, അപ്പം അച്ഛൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ. അന്ന് ഓക്കെ, ബൈ ദ ബൈ. ബൈ. ഹൈബ്രിഡ് തക്കാളിക്കും ഇത് തന്നെയല്ലേ ഒഴിക്കുന്നത്? അതെ, ഇത് എല്ലാറ്റും വളരെ ബെസ്റ്റാണ്. അതെ, ഒന്നും ഒരു ഇതില്ലല്ലോ. മുളകിൻ്റെ അടിയിലിടാനുള്ള നമ്മുടെ കരിയില ഉണങ്ങാൻ വെച്ചതാണ്. ഇതൊക്കെ ഉഷാറായേ, ഒരാഴ്ച ആയിട്ടുള്ളൂ അതിൻ്റെയൊക്കെ മാറ്റി കുഴിച്ചിട്ടിട്ട്. അതിൻ്റെ ഗ്രോത്ത് കണ്ടോ? അതെ, വളഞ്ഞു പോകാണ്ടിരിക്കാൻ നമ്മുടെ അതെ ഒരു ഇറുക്കിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ മുളകിനും കൂടി ഒന്ന് ഒഴിച്ചായിട്ടെ ഉണ്ണി. അതാ വരുന്നത്. അവർ കംപ്ലൈൻറ്റ് പറയണ്ട മുളകേ. അതെ അതെ അതെ, ഞങ്ങൾക്ക് കിട്ടിയില്ല. എല്ലാത്തിനും ഒഴിക്കാൻ പറ്റുന്ന വളം, എല്ലാവരും ഒഴിക്കാം. ഈ തക്കാളിനെയും പിരിച്ച് നടാനുണ്ടല്ലോ. അത് അയക്കുന്നു, അത് നല്ല ഇനാട്ടോ ആണല്ലേ. ഞാൻ വേറൊരു സാധനം കാണിച്ചുതരാം. ഇതൊക്കെ ഇവിടുത്തെ വളങ്ങളുടെ സംഭവമാണ്. നമ്മൾ പൊട്ടി മിക്സ് കുറച്ച് ബാക്കിയാണ് വെച്ചാൽ പിന്നെ ഒഴുകി കാണുന്നതാണ് നമ്മൾ പറഞ്ഞു വന്ന് നമ്മുടെ പാവയ്ക്ക, കൈപ്പയ്ക്ക, കാണുന്നതെല്ലാം എല്ലാം മുളച്ചു തുടങ്ങിട്ടോ. എല്ലാവരും മുളച്ചു. 3 days ആയിട്ടുള്ളൂ. 3 ദിവസമായിട്ടേ ഉള്ളൂ കുഴിച്ചിട്ടിട്ട്. ഒരു വൈറ്റ് ഡോട്ട് കാണുന്നുണ്ടോ ഉള്ളിലൊക്കെ, അതാണ് നമ്മുടെ ഇത്. പാവയ്ക്ക മുളയ്ക്കുന്നുണ്ട്. അപ്പം അതൊരു 3 ദിവസം കൊണ്ടാവും വെളിയിലോട്ട് വരും. ആണല്ലേ. എന്നിട്ട് നമുക്കൊരു അറ്റ്ലീസ്റ്റ് 2-3 ഇല വന്നതിന് ശേഷം നമുക്ക് മാറ്റി കുഴിച്ചിടാം കേട്ടോ. ഓക്കെ, അതിന് മാറ്റി നടാനുള്ള സ്ഥലമാണ്. അതെ, അവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചു. ആ ഒരു ഭാഗത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ പരിപാലനം മാറ്റി നടുന്നതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഇത് ചെയ്യണം. ആ ഏരിയ ഉണ്ടല്ലോ നന്നായി കിളച്ച് മറിച്ചിട്ട് അതിൽ ചാണകപ്പൊടി, വേപ്പും പിണ്ണാക്ക്, എല്ലുപൊടി ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് നമ്മൾ മിശ്രിതം ഉണ്ടാക്കിയിട്ട് ചാല് മാതിരി ഉണ്ടാക്കും. അതിലാണ് ഇവനെ കുഴിച്ചിടുക. അല്ല, അച്ഛനത് കത്തിക്കണം എന്ന് പറഞ്ഞു. അത് വെണ്ണീര ചാരം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ നീട്ടിയിട്ടുണ്ടല്ലോ, ഇതിട്ട് കൊടുക്കുക. ഈ കരിയില ഇനി ഒരുപാട് ഒന്ന് കളക്ട് ചെയ്യാണ്ട് നമ്മുടെ മേലത്തെ പറമ്പെന്ന് അത് അടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ നീട്ടിയിട്ടിട്ട് തീ കൊടുക്കുക. തീ കൊടുക്കുമ്പോൾ നല്ല അതെന്താ വെച്ചാൽ ഈ കീടങ്ങളൊക്കെ ചത്തുപോയി. അച്ഛൻ ആ സ്ഥലം ഒന്ന് കാണിച്ചു തരുമോ? ബാ, എന്താ ചെയ്യാൻ പോകുന്നത് എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. അച്ഛൻ പറഞ്ഞു, അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബാ, അവരെങ്ങനെയാണ് വരമ്പ് നടുന്നതെന്നുള്ള കാണിച്ചു തരും. അവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 21 തൈ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനെ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛൻ ആദ്യം ഒരു ചാലുണ്ടാക്കി ഇവിടെ
ഒരു അവിടുന്ന് നീ നിൽക്കുന്ന ഇവിടുന്ന് ഒരു ചുരുങ്ങിയതൊരു 10 അടി. അതേ ഒരു ചാല് ഇവിടെ ഉണ്ടാക്കും, ഒരു ചാല് 10 അടീൻ്റെ ഇവിടെ ഉണ്ടാക്കും, ഒരു ചാല് ഇവിടെ ഉണ്ടാക്കും. 3 ചാലുണ്ടാക്കും. ഈ 3 ചാലിൽ മണ്ണ് എടുത്ത് മാറ്റിയതിന് ശേഷം ഒന്നും കൂടി കിളച്ചതിന് ശേഷം ആ കരിയില കൊണ്ടുവന്ന് 3 ചാലിൽ നമ്മൾ നീട്ടിയിടും. നീട്ടിയിട്ടതിന് ശേഷം അതിന് കത്തിക്കും. തീ കത്തിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ അനാവശ്യമായിട്ടുള്ള ക്ഷാരത്തിൻ്റെ ക്ഷാരവും അമ്ലമാണ് മണ്ണിന് കാര്യമായിട്ട് വേണ്ടത്. ആ ക്ഷാരത്തിൻ്റെ പെർസെൻറ്റേജ് അത് കവർ ചെയ്യും. പിന്നെ അമ്ലത്തിൻ്റെ പെർസെൻറ്റേജ് കവർ ചെയ്യണമെങ്കിൽ നമുക്കിത് വേണം, ഏത് ചുണ്ണാമ്പ്. അതായത് അത് നമുക്ക് കിട്ടുമല്ലോ, പൊടി കിട്ടുമല്ലോ, അത് ഇച്ചിരി മിക്സ്, അത് ഓവറാവരുത്. ഇത് രണ്ടും ഓവറാവരുത്. പിന്നെ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ആ ചാലിൽ നമ്മൾ കറക്റ്റ് മിക്സ് ചെയ്തിട്ട് അവനെ അങ്ങോട്ട് കൂട്ടിയതിന് ശേഷം നല്ല ആഴത്തിൽ അത്യാവശ്യം കുഴി എടുത്തിട്ട് ഒരു അരയടി ആഴത്തിൽ കുഴി എടുത്തിട്ട് അവന് ഓരോ കപ്പും പൊളിച്ചിട്ട് അങ്ങ് നടും. അത് ശരി. നട്ടാ കഴിഞ്ഞാൽ പിന്നെ നോക്കിക്കാൻ അവൻ്റെ അപ്പം 12 ഷുവറാണ്, 12 വേണം. അത് 4 കമ്പ് അച്ഛൻ ഇവിടെയും അവിടെയും കമ്പ് ചൂടിയില്ലേ കയറ്, അത് ചൂടി എന്ന് പറയാം. ചില സ്ഥലങ്ങളിൽ വേറെ വേറെ ഭാഷകളായിരുന്നു, നമ്മളിവിടെ ചൂടി എന്നാ പറഞ്ഞത്. നമ്മുടെ കയറ്.